അങ്ങനെ ആപ്പിളിൻ്റെ അപ്കമിങ് മോഡലായിട്ടുള്ള ഐഫോൺ 18 പ്രോ അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ 18 പ്രോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തതാണ്, ആളുകൾക്കൊരു ഗ്ലിംസ് കിട്ടാൻ വേണ്ടി ഞാൻ പറയുവാണ്. ഈ വർഷം സെപ്റ്റംബറിൽ ഐഫോൺ 18 പ്രോ മാക്സ് 18 എന്ന് പറയുന്ന ഒരു മോഡൽ ഈ വർഷം റിലീസ് ചെയ്യത്തില്ല എന്നുള്ളതാണ് മാർക്ക് ഗർമൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച്. മാർക്ക് ഗർമൻ മാത്രമല്ല, പല സോഴ്സുകളും അത് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത വർഷം ആദ്യത്തോടെ ആയിരിക്കും നമുക്ക് 18 എന്ന് പറയുന്ന മോഡൽ നോർമൽ ഐഫോൺ 18 ലഭിക്കുന്നത്. ഈ വർഷം 18 പ്രോ മാക്സിൻ്റെ കൂട്ടത്തിൽ പുതിയ സെക്കൻഡ് ജനറേഷൻ ഐഫോൺ എയറും അതോടൊപ്പം ഐഫോൺ ഫോൾഡ് എന്ന് പറയുന്ന സീരീസും കൂടെ ആയിരിക്കും ഈ വർഷത്തെ സെപ്റ്റംബർ ഇവൻറ്റിൽ അല്ലെങ്കിൽ ലൈനപ്പിൽ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത ഐഫോൺ 18 പ്രോയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ള സകല ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നാണ്. അതായത് മാർക്ക് ഗർമൻ, പ്രത്യേകിച്ച് ജോൺ പ്രോസറിനെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയാം. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, ഫ്രണ്ട് ഡിസ്പ്ലേയിലാണ് മാറ്റം വരുന്നത്. അതായത് ഡൈനാമിക് അലൈനിനെ ഇപ്പോൾ ഉള്ളത് സെൻറ്ററിൽ നിന്ന് മാറി ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു, ഒരു പഞ്ച് ഹോൾ ഡിസൈനിലേക്ക് പോകുന്നു എന്നായിരുന്നു ഈ പറഞ്ഞ സോഴ്സുകൾ, പ്രധാനമായിട്ടും ജോൺ പ്രോസറിൻ്റെ വീഡിയോയിലും അദ്ദേഹം മെൻഷൻ ചെയ്തിരുന്നത്. എന്നാൽ അതിനുശേഷം അതിനെപ്പറ്റിയുള്ള കുറേ കറക്ഷൻസ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിച്ചു. ഈ പഞ്ച് ഹോൾ ഡിസൈനിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഫ്രണ്ട് ഡിസ്പ്ലേ ഡിസൈനിൽ പഞ്ച് ഹോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന റീസണായിട്ട് പറഞ്ഞത് പ്രത്യേകിച്ചും ഫേസ് ഐ ഡിയുടെ സെൻസേഴ്സ് ഡിസ്പ്ലേയുടെ താഴത്തേക്ക് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ക്യാമറ മാത്രം വിസിബിൾ ആകുന്ന രീതിയിൽ ഒരു സർക്കുലർ പഞ്ച് ഹോൾ ഡിസൈനിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്യുന്നു എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഈ ഫേസ് ഐ ഡിയുടെ സെൻസേഴ്സ് എല്ലാം താഴത്തേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ സ്കീമാറ്റിക്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഡിസ്പ്ലേയുടെ താഴെ വരുന്ന സെൻസേഴ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആൻഡ് ക്യാമറയാണ് ലെഫ്റ്റ് സൈഡിൽ അലൈനായിട്ട് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് സെൻസേഴ്സ് താഴെ പോകുന്നതുകൊണ്ട് തന്നെ സൈഡിൽ ഒരു പഞ്ച് ഹോൾ ഡിസൈനിലേക്ക് മാത്രമായിട്ട് ഫ്രണ്ട് ഡിസ്പ്ലേ 18 പ്രോയുടെ ഡിസ്പ്ലേ വരുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഇതങ്ങനെയല്ല. ഫേസ് ഐ ഡി വരുന്ന ഈ ഒരു കമ്പോണൻറ്റ് സ്റ്റിൽ സെൻട്രൽ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ എങ്ങനെയാണോ ഡൈനാമിക് ഐലൻഡ് ഉള്ളത് അതേപോലെ തന്നെ സെൻട്രലായിരിക്കും. പക്ഷേ ആ ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 ഇരട്ടിയെങ്കിലും കുറവായിരിക്കും. ഈ ഇമേജിൽ കാണുന്ന പോലെ ആയിരിക്കും ഇപ്പോൾ ഉള്ള ഡൈനാമിക് ഐലൻഡ് വേഴ്സസ് 18 പ്രോയിൽ വരാൻ പോകുന്ന ഈ ഒരു സ്മോളർ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഷ്രിങ്ക് ഡൗൺ ചെയ്ത ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഉള്ള പോലത്തെ സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ആ ഒരു പോപ്പപ്പ് ആയി വരുന്നു, ഫുൾ ഡിസ്പ്ലേ ലെങ്തിലേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള എല്ലാ ഡൈനാമിക് ഐലൻഡ് ഫീച്ചേഴ്സും സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും. ഈ ഒരു സൈസ് ചെറുതാകുന്നു എന്നതേ ഉള്ളൂ. ഈ ഒരു ഡൈനാമിക് ഐലൻഡിൻ്റെ സൈസ് ഷ്രിങ്ക് ഡൗൺ ചെയ്ത് ഏകദേശം ഒരു പഞ്ച് ഹോൾ എന്ന് പറയാൻ സാധിക്കത്തില്ല, ഏകദേശം ആ ഒരു പിൽ ഷേപ്പിലേക്ക് പോകുന്നത്. പെട്ടെന്ന് ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ഡിവൈസ് 18 പ്രോ നോക്കുമ്പോൾ നമുക്കൊരു കമ്പാരിസൺ നമുക്ക് മറ്റുള്ള 15, 16, 17 പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 18 പ്രോയിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ആൻഡ് ഡിസ്പ്ലേ സൈസും കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും. 6.3 ഇഞ്ചും 6.7 ഇഞ്ചും. ആൻഡ് ബെസൽ സൈസും ഇപ്പോൾ ഉള്ള പോലെ തന്നെ 15, 16 പ്രോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 17 സീരീസിൻ്റെ ബെസൽ സൈസ് എന്ന് പറയുന്നത് കുറേയും കൂടെ ഷ്രിങ്ക് ഡൗൺ ചെയ്ത അല്ലെങ്കിൽ നാരോ ആണ്. അതിൽ കൂടുതൽ ഷ്രിങ്ക് ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള ഒരു ബെസൽ സൈസ് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. എന്നാൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണ്. പ്രൈസിൻ്റെ കാര്യത്തിൽ ആപ്പിൾ ഇപ്പോൾ ഉള്ള സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും കീപ്പ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇത് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. നിങ്ങൾ ആമസോണിൽ കയറി ഒരു SSDയുടെ വില നോക്കിയാൽ ജസ്റ്റ് ഒരു 1 TB SSDക്ക് എത്ര രൂപയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാനിവിടെ സാംസങ്, സാൻഡിസ്ക് പോലുള്ള ബ്രാൻഡുകളിലെ SSD ഉപയോഗിക്കുന്നുണ്ട്. ഇത് 10,000 രൂപയ്ക്ക് 1 TB കിട്ടിക്കൊണ്ടിരുന്ന സാധനം ഇപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,000, 20,000 രൂപയാണ്. കാരണം മാർക്കറ്റിൽ ഇപ്പം സ്റ്റോറേജ് അല്ലെങ്കിൽ SSD, RAM ഇതിൻ്റെയൊക്കെ വില അതിഭീകരമായിട്ട് കൂടിയേക്കുവാണ്. സ്വർണ്ണത്തിന് വിലയുള്ള പോലെയാണ് ഇപ്പം ഗ്രാഫിക്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റോറേജിൻ്റെയും മെമ്മറിയുടെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസ്ഥയിലും ആപ്പിൾ ഫോണുകൾക്ക് പ്രൈസ് ഹൈക്കൊന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ അറിയാൻ സാധിച്ചത്. സോ പ്രൈസ് കാര്യത്തിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയായിരിക്കും ആപ്പിൾ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള മാർഗവും ആപ്പിൾ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ആപ്പിളിൻ്റെ സർവീസസ്, പ്രത്യേകിച്ച് വളരെ റീസെൻ്റ്ലി ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ ഒരു സർവീസ് അല്ലെങ്കിൽ ആ ഒരു പാക്കേജ്, സബ്സ്ക്രിപ്ഷൻ പാക്കേജ് എന്ന് പറയുന്നത് നിരവധി ക്രിയേറ്റേഴ്സിനെ മാത്രമല്ല മാക് യൂസേഴ്സിന് വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ക്രിയേറ്റർ സ്റ്റുഡിയോ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ആപ്പിളിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോ ആപ്ലിക്കേഷൻസ്, ഫൈനൽ കട്ട് പ്രോ, ലോജിക് പ്രോ പോലുള്ള ആപ്ലിക്കേഷൻസ് മന്ത്ലി വളരെ നിസ്സാരമായിട്ടുള്ള ഒരു തുകയ്ക്കാണ് ആപ്പിൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു രീതിയിലായിരിക്കും ആപ്പിൾ മുന്നോട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. 3, ക്യാമറയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ ആദ്യമായിട്ട് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത്
വേരിയബിൾ ആപ്പർച്ചറുള്ള ഒരു സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ലെൻസ് അല്ലെങ്കിൽ ക്യാമറ ആപ്പിൾ ആദ്യമായിട്ട് ഐഫോണിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ വേരിയബിൾ ആപ്പർച്ചർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറ എന്ന് പറയുന്നത് കാനോണിൻ്റെ R8 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ആപ്പറേച്ചർ നമ്മൾ മാറ്റുന്നതനുസരിച്ചാണ് ഇതിലേക്ക് വരുന്ന ഈ ഒരു സെൻസറിലേക്ക് വരുന്ന വെട്ടം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ആപ്പറേച്ചർ എത്രത്തോളം നമ്മൾ കൂട്ടുന്നു അതിനനുസരിച്ച് വെട്ടം കുറയും. ആപ്പറേച്ചർ എത്രത്തോളം നമ്മൾ കുറയ്ക്കുന്നു അതിനനുസരിച്ച് വെട്ടം അതിലേക്ക് കയറും. ഇപ്പം നമ്മൾ നിലവിൽ യൂസ് ചെയ്യുന്ന ഐഫോണിൽ വേരിയബിൾ ആപ്പറേച്ചർ എന്ന് പറഞ്ഞ ഒരു സംഗതിയില്ല. അതിന് പകരം കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെയാണ് നമ്മൾ നിലവിൽ ഐഫോണിൽ യൂസ് ചെയ്യുന്ന സിനിമാറ്റിക് മോഡ് അല്ലെങ്കിൽ പോർട്രേറ്റ് മോഡ്. ഇതിൽ ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആകുന്നതിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെയാണ്. എന്നാൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ മിറർലെസ് DSLR ക്യാമറകളിലൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ എന്ന് പറയുന്നതിന് മറ്റൊരു പേരാണ് പറയുന്നത്, അതാണ് ബോക്കെ. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ അല്ലെങ്കിൽ ബോക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ലെൻസുകളുടെ ഫിസിക്കലായിട്ടുള്ള എലമെൻറ്റുകളുടെ ആ ഒരു ഗുണം കൊണ്ടാണ് അല്ലെങ്കിൽ മേന്മ കൊണ്ടാണ്. അതിൽ തന്നെ ലെൻസിലെ ആപ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ മാനുവലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഉണ്ടാകുന്നത്. ഐഫോണിലും ഈ ലെൻസുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇതുപോലെ 6, 7, 8 എലമെൻറ്റ് ഓഫ് ഗ്ലാസുകൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പക്ഷേ നമുക്കതിൽ മാനുവലി ഈ ആപ്പറേച്ചർ എന്ന് പറയുന്ന സംഭവം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയുടെ സഹായത്തോടെ നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. സോ പുതിയ ഐഫോൺ 18 പ്രോയിലേക്ക് വേരിയബിൾ ആപ്പറേച്ചർ ഫീച്ചറുള്ള ലെൻസ് വരുമ്പോൾ നമുക്ക് മാനുവലി ഈ ഒരു ആപ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എത്രത്തോളം വെട്ടം കയറണ്ട എന്നുള്ളത് നമുക്ക് മാനുവലി ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ലെൻസിന് ഉപയോഗിക്കുന്ന പോലെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് സിനിമാറ്റിക് മോഡായാലും പോർട്രേറ്റ് മോഡാണെങ്കിലും കുറച്ചും കൂടെ ഡെപ്ത്ത് ഫോട്ടോ എടുക്കുമ്പം ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബോക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഡെപ്ത്ത് ഫീൽ ചെയ്യും. ആ നാച്ചുറൽ ആയിട്ടുള്ള ഡെപ്ത്ത് നമുക്ക് ഫീൽ ചെയ്യാനും അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സാധിക്കും. ഇത് ഐഫോൺ 18 പ്രോ മോഡൽസിൻ്റെ മേജർ സെല്ലിംഗ് പോയിൻ്റ് ആയിരിക്കും. ഇനി ഈ വേരിയബിൾ ആപ്പറേച്ചർ കൊണ്ടുവരുന്നത് ഒരൊറ്റ ലെൻസിൽ തന്നെ ആയിരിക്കും. അതായത് മെയിൻ സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ക്യാമറയിൽ മാത്രമായിരിക്കും ഈ ഒരു വേരിയബിൾ ആപ്പറേച്ചർ. ബാക്കി 2 ടെലിഫോട്ടോ ആയിരിക്കും, അൾട്രാ വൈഡ് ക്യാമറ ആണെങ്കിലും അതിൽ വേരിയബിൾ ആപ്പറേച്ചർ ലഭിക്കത്തില്ല. ഇപ്പം ഇതൊരു തുടക്കമായിരിക്കും. മേ ബി നെക്സ്റ്റ് സീരീസ് അല്ലെങ്കിൽ മോഡൽസ് വരുമ്പോൾ നമുക്ക് എല്ലാ ലെൻസുകളിലും വേരിയബിൾ ആപ്പറേച്ചർ ഉള്ള ഓപ്ഷൻ കൊണ്ടുവരുമായിരിക്കാം. പക്ഷേ ഇപ്പം സ്റ്റാൻഡേർഡ് വൈഡ് ആംഗിൾ ക്യാമറയിലായിരിക്കും 18 പ്രോയിലും 18 പ്രോ മാക്സിലും ഈ ഒരു വേരിയബിൾ ആപ്പറേച്ചർ ലഭിക്കുന്നത്. ഇതിനുശേഷം ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇപ്പം കഴിഞ്ഞ വർഷമാണ് നമുക്ക് 18 മെഗാ പിക്സൽ 12 മെഗാ പിക്സലിൽ നിന്ന് 18 മെഗാ പിക്സലിൻ്റെ ഒരു മേജർ അപ്ഗ്രേഡ് ഫ്രണ്ട് ഫേസിങ് സെൽഫി ക്യാമറയിലേക്ക് വന്നത്. ഈ 18 മെഗാ പിക്സൽ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്ക് സെൻട്രൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീച്ചർ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ പുതിയ 18 പ്രോയിലേക്ക് വരുമ്പം 24 മെഗാ പിക്സലിൻ്റെ പുതിയൊരു സെൻസർ ആയിരിക്കും ആപ്പിൾ സെൽഫി ക്യാമറ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 18 മോശമല്ല, എന്നാൽ 18നേക്കാൾ കൂടുതൽ ഡെപ്തുള്ള ക്വാളിറ്റിയുള്ള ഹൈ റെസൊല്യൂഷൻ ഇമേജസ് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം റൂമേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഇതൊരു സ്ക്വയർ സെൻസർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ഗേറ്റിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫ്രണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ച് സാധിക്കുന്നതായിരിക്കും. 4 കണക്ടിവിറ്റി. സ്മാർട്ട് ഫോൺ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നമുക്ക് സാറ്റലൈറ്റ് ത്രൂ 5G നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫീച്ചർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിലവിൽ 5G നമുക്കറിയാം യൂസ് ചെയ്യുന്നത് ഈ ടവറുകൾ, ലൈൻ ഓഫ് സൈറ്റിൽ ടവേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് 5G നെറ്റ്വർക്ക് അതിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ആപ്പിൾ സാറ്റലൈറ്റ് ത്രൂ ഈ നെറ്റ്വർക്ക് ലഭിക്കാത്ത സ്ഥലങ്ങളിൽ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെ 5G നെറ്റ്വർക്ക് കവറേജ് ലഭിക്കുന്ന ഒരു ഫീച്ചർ ആപ്പിൾ 18 പ്രോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സോ അതൊരു റെവല്യൂഷണറി ഐറ്റമാണ്. കാരണം നിലവിൽ ഐഫോൺ 14 സീരീസ് മുതലുള്ള എല്ലാ ഡിവൈസുകളിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്. കാരണം നമുക്ക് ഐഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു സാറ്റലൈറ്റിൻ്റെ ട്രജക്ടറി മനസ്സിലാക്കി കഴിഞ്ഞാൽ സാറ്റലൈറ്റ് ത്രൂ എമർജൻസി കോൺടാക്റ്റുകളെ അല്ലെങ്കിൽ റെസ്ക്യൂ ടീമുകളെ നമുക്ക് ബന്ധപ്പെടാനും അതിലൂടെ പെട്ടുപോയ അവസരങ്ങളിൽ നിരവധി ആളുകൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. അതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് 5G കണക്ടിവിറ്റി ആദ്യമായിട്ട് സാറ്റലൈറ്റ് ത്രൂ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫീച്ചർ 18 പ്രോ സീരീസിലേക്ക് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റേണലിലേക്ക് വരുമ്പോൾ 18 പ്രോനെയും പ്രോ മാക്സിനെയും പവർ ചെയ്യാൻ പോകുന്നത് TSMCയുടെ 2 നാനോമീറ്റർ ടെക്നോളജിയിൽ വരുന്ന A20 പ്രോ എന്ന് പറയുന്ന ചിപ്പായിരിക്കും. ഇപ്പോൾ ഉള്ളത് A19 പ്രോ ആണ്. അതിൻ്റെ നെക്സ്റ്റ് അപ്ഗ്രേഡഡ് വേർഷനാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ A19 പ്രോ യൂസ് ചെയ്യുന്നത് 3 നാനോമീറ്റർ ആർക്കിടെക്ചറിൽ വരുന്ന ചിപ്പാണ്. എന്നാൽ അതിനേക്കാൾ ചെറിയതായിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് കൂടുതലായിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ 2 നാനോമീറ്റർ ചിപ്പ് സെറ്റിലായിരിക്കും A20 പ്രോ എന്ന് പറയുന്ന ഈ ഒരു ചിപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് പ്ലസ് ബാറ്ററി എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഉള്ള അതേ ബാറ്ററി തന്നെ കൊടുത്താൽ പോലും ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ ഒരു 30-40% കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഈ ഒരു ചിപ്പിൻ്റെ സഹായത്തോടെ ഡിവൈസുകൾ യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഐഫോണിൽ വന്നിരിക്കുന്ന ഈ ഒരു ക്യാമറ ബട്ടൺ എന്നുള്ളത് ആപ്പിൾ മാറ്റുന്നില്ല. സ്റ്റിൽ
18 പ്രോയിലേക്ക് വരുമ്പോഴും ആ ക്യാമറ ബട്ടൺ അവിടെ കാണും. പക്ഷേ നിലവിലുള്ള സ്വൈപ്പ് ജസ്റ്റേഴ്സ്, നമുക്ക് ഈ സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ടച്ച് ഫങ്ഷണാലിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്യാമറ ബട്ടണിൽ ഇങ്ങനത്തെ സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഫോഴ്സ് ടച്ചിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി ഇതിലേക്ക് കൊടുക്കും. നിലവിലുള്ള 2 ഫീച്ചേഴ്സിൽ ഒരു ഫീച്ചർ ആപ്പിൾ റിമൂവ് ചെയ്യും എന്നുള്ളതാണ് ചുരുക്കം. പിന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റിയും ഒബ്വിയസ്ലി ഇൻക്രീസ് ആകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കറൻറ്റ്ലി 17 Pro Maxൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 5088 mAh ആണ്. അതിലേക്ക് നമ്മൾ വലിയ കാര്യമായിട്ടുള്ളതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതിനേക്കാൾ കുറച്ചും കൂടെ ബാറ്ററി കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഒരു 100 അല്ലെങ്കിൽ 200 റേഞ്ചിന് ഇടയിലായിരിക്കും നമുക്ക് ബാറ്ററി കപ്പാസിറ്റി ആപ്പിൾ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടി മറ്റൊരു ഫീച്ചറും കൂടെ അല്ലെങ്കിൽ മറ്റൊരു ഹാർഡ്വെയർ കേപ്പബിലിറ്റിയും കൂടെ ആപ്പിൾ പുതിയ iPhone 18 സീരീസിന് കൊടുക്കുന്നുണ്ട്. അതായത് ആപ്പിളിൻ്റെ ഇൻ ഹൗസ് മോഡംസ് ആപ്പിൾ ആദ്യമായിട്ട് പ്രോ സീരീസിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഇപ്പം നിലവിൽ ഒരു പ്രോ ലെവലിൽ നിൽക്കുന്ന, പ്രോ എന്ന് പറയാൻ പറ്റത്തില്ല, iPhone Airലാണ് ആപ്പിളിൻ്റെ C1X എന്ന് പറയുന്ന ഒരു മോഡം കൊണ്ടുവരുന്നത്. അത് ആപ്പിളിൻ്റെ സ്വന്തം നെറ്റ്വർക്ക് മോഡമാണ്. എന്ന് പറഞ്ഞ പോലെ C2 എന്ന് പറയുന്ന മോഡമായിരിക്കും iPhone 18 Pro സീരീസിൽ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ആപ്പിളിൻ്റെ ഇൻ ഹൗസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻസി, അത് നമുക്ക് പെർഫോമൻസിലായാലും റിലയബിലിറ്റിയിലാണെങ്കിലും ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലും നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു ചിപ്സെറ്റും അതോടൊപ്പം ഈ ഒരു നെറ്റ്വർക്ക് മോഡവും വരുന്നതുകൊണ്ട് 18 Pro സീരീസിൽ ലഭിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് 18 പ്രോയിനെ പറ്റി ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക. സോ ദിസ് ഇസ് മിലൻ, catch you guys next one. Until then, peace.